അപ്പൊ ഈ ഗ്രാമത്തിലത്തെ കുട്ടികളാണിത്. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട്, അമ്മമാരൊക്കെയാണ് കൃഷിയിടത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കിച്ചൺ നോക്കാം. കിച്ചണിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ്ട് ഇവൻ കഴിക്കുന്നത് കസാവ കസാവ സിനോങ്കോ സിനാങ്കോ. നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സൗണ്ട് ഒക്കെ എന്താ എങ്ങനെയിരിക്കുന്നത് അല്ലേ? രാവിലെ തന്നെ ഇറങ്ങിക്കാണ് ഞങ്ങള്. നമ്മൾ ഇന്ന് രാവിലെ വില്ലേജിലെ കാഴ്ചകൾ, നമ്മൾ വില്ലേജിലേക്ക് നടക്കാന്ന് കരുതി. തൊട്ടടുത്തുള്ള വില്ലേജിന്. അപ്പോൾ അവിടെ ഇന്നത്തെ രാവിലെ എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് അവിടുത്തെ രാവിലത്തെ സിറ്റുവേഷൻ, എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി രാവിലത്തെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണുന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് നേരെ ഗ്രാമത്തിലേക്ക് നടക്കാം അല്ലേ? അതെ. അപ്പോൾ നല്ല രാവിലെ ആയതുകൊണ്ട് ഞങ്ങളെ മുഖത്താണെന്നുണ്ടെങ്കിലും സൗണ്ടിലാണെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ പോവാം. പിന്നെ രാവിലെ തന്നെ ഞങ്ങള് ഈ ഹാറ്റൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങിയെന്ന് വെച്ചാൽ മഞ്ഞൊന്നും ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഒരു പനി ഇപ്പം അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തത് വരാനുള്ളൊരു ത്രാണിയില്ല താങ്ങാനുള്ള. പിന്നെ ഇന്ന് ശനിയാഴ്ച കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ലീവ് ഉണ്ട്, നാളെ ലീവ് ഉണ്ട്. 2 ദിവസം നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്. ഈ 2 ദിവസം നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ കിണറ് പണിയൊക്കെ 2 ദിവസം തീർക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ നമ്മൾ കഴിഞ്ഞതിലൊക്കെ പോയപ്പോ ഈ ഏരിയ ഒക്കെ ഫുള്ള് വെറുതെ കിടക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, മെയ്സ് പൊന്തിയതാണിത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. രാവിലെ തന്നെ ആൾക്കാരൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. ചേച്ചിമാർക്ക് രാവിലെ എണീച്ച് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. Mudibanji. What is this? Telele. Oh. Can you take video? Telele video? ഇത് ടെലേല എന്ന് പറയുന്ന ഒരു ഇലയാണ് കേട്ടോ. ഇവര് കറി വെക്കണ ഇലയാണ് ടെലേല. ഇത് നമ്മളെ നാട്ടിലുണ്ട്. ഇത് എന്താ ഇലയെന്ന് അറിയില്ല. ടെലേലെ. It's good. How much? 100 kocha? ഓക്കെ. ഒരു ബഞ്ചിന് 100 കോച്ചയാണ്. അപ്പോൾ രാവിലെ ഇവർ കറി ഉണ്ടാക്കാനുള്ളത് മേടിക്കുകയുണ്ട്. ചേച്ചി ഇങ്ങനെ വിൽക്കാൻ വന്നപ്പോൾ. വെള്ളമേറ്റി പോവുകയാണോ അതെന്ത് സാധനം വിൽക്കാൻ പോവുകയാണോ എന്നറിയില്ല. ചോളം വിൽക്കാൻ വേണ്ടി പോവുക. ഒരു ബഞ്ചി യാ കേട്ട്. 2 പേരും ചോളം വാങ്ങാൻ വന്നതാണ് കേട്ടോ. രാവിലെ തന്നെ ആൾക്കാർ പണിയാണ്. ഒരുപാട് വെയിലാണ്. വെയില് വരില്ല, മഴക്കാലമാണ് എന്നാലും. പക്ഷെ ഇവരുടെ ഒരു റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ നല്ല വെളുപ്പിന് ഇറങ്ങും ഇവർ പണിയെടുക്കാൻ. വേണ്ട മെയ്സ് പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് മെയ്സ്. ഇതിങ്ങനെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് പൊന്തി വരുന്ന സാധനം മെയ്സ്. നല്ല നിരന്ന് ഈ പാടങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാവും. ആകാശമൊക്കെ നോക്കി എന്നാ വ്യൂ ആണ്. സുമിയാണ് അവിടെ ചേച്ചിമാരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കാകെ ചിച്ചേവല് ഞാൻ കുറച്ചേ പഠിച്ചിട്ട് വന്നിട്ടുള്ളൂ. ഒരു മുടിബാഞ്ചി ഉണ്ട്, അതുപോലെ അങ്ങനെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളുള്ളൂ കേട്ടോ. നമ്മളിവരെ ആദ്യമായിട്ട് കാണുമ്പോഴൊക്കെ സംസാരിക്കേണ്ടത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ തമാലേൻ്റെ അടുത്ത് നിന്നും ആ വില്ലേജിൽ നിന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ വർത്താനം പറഞ്ഞു വരുന്നതാണ്. ഇവിടെയൊക്കെ ഫുള്ള് മെയ്സ് പൊന്തിട്ടോ. ഇനി ചെടേന്ന് പറഞ്ഞ 1 മാസം കൊണ്ട് ഇത് ഫുള്ള് വലുതാവും. പിന്നെ പെട്ടെന്നായിരിക്കും മെയ്സ് ഉണ്ടാവുക. അതേപോലെ തന്നെ പെട്ടെന്ന് ഇത് വിളവെടുക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ ഈ ഭാഗം കാലിയാവും ചെയ്യും. അങ്ങനെയൊക്കെയാണ് മെയ്സിൻ്റെ ഇവരുടെ പണി. ഞാൻ വന്നതിന് ശേഷം ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു വില്ലേജിലേക്ക്. രാവിലെ തന്നെ നല്ല ഫ്രഷ്നെസ് കിട്ടും ശരിക്കും പറഞ്ഞാൽ വില്ലേജിലേക്ക് നടക്കുമ്പോൾ കേട്ടോ. ഫുള്ള് കൃഷിയും ആളുകൾ പണിക്ക് പോകുന്നു, കൃഷി ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് കിട്ടും വില്ലേജിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ രാവിലെ വില്ലേജിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടുത്തെ ചേച്ചിമാരെല്ലാവരും, പ്രത്യേകിച്ച് ഇവിടെ ലേഡീസ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ. അത് മലാവിൽ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച കേട്ടോ.
അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ വില്ലയിലേക്ക് എത്താനായിട്ടോ. ബാക്ക്ഗ്രൗണ്ട് നോക്കി എന്താ വ്യൂ അല്ലേ, അടിപൊളി പാടം. ഇപ്പം സുമിയുടെ ഗില്ലിയിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. സുമിയുടെ ഫ്രണ്ട്സ്, സുമിയുടെ ആൾക്കാർ ഒക്കെ ഉണ്ട്. ഫുൾ അടിപൊളിയായിട്ട് ഇവിടെ കണ്ടു. ഇതൊക്കെ മെയിൻസാണ്. ഇതിപ്പോൾ ഇതിനുള്ളിൽ പുല്ല് കള കയറുന്നുണ്ട്. അപ്പോൾ കള പറിക്കലാണ് ശരിക്കും പറഞ്ഞാൽ നടക്കണം വലിയ ആൾക്കാർ കേട്ടോ. എല്ലായിടത്തും കള പറിച്ച് വൃത്തിയാക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ തുടങ്ങും. ഇപ്പോൾ സമയം 6:30 ആട്ടോ, ഇവിടെ മോർണിംഗ് 6:30 ഈ 6 സമയത്ത് തന്നെ എല്ലാവരും ആക്റ്റീവായിട്ട് പാടത്ത് കൃഷിയിടത്തിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മഴക്കാലത്ത് മാത്രമാണ്, സീസൺ ബേസിലാണ് കൃഷി ചെയ്യുന്നത്. മഴക്കാലത്ത് ഇവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. മഴയാണ് ഇവർ ആശ്രയിക്കുന്നത് കൃഷി ചെയ്യാൻ വേണ്ടി, അതായത് വെള്ളമില്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ പീറ്റിയുടെ വീട്ടിലെത്തിയിട്ട് നമുക്ക് ആദ്യം എത്താൻ പറ്റുന്നത് പീറ്റിയുടെ വീടാണ്. അപ്പോൾ നമ്മൾ പീറ്റിയുടെ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ എല്ലായിടത്തും കൃഷിയാണ്. ഇവിടെ ആരും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു രാവിലെ തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ഒരു മനുഷ്യനില്ല, എല്ലാവരും കൃഷിയിടത്തിൽ പോയതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ആരും കാണാൻ പറ്റില്ല. പീറ്റിയുടെ വീടൊക്കെ അടച്ചിട്ടേക്കുക കണ്ടോ. പീറ്റിയിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞില്ല, വീട് കൂട്ടിയിട്ടേക്കാണ്. ഇനിവേ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കിണറിന് ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. മുടിപ്പാഞ്ചി നമ്മൾ പറഞ്ഞില്ലേ, ആളുകൾ എവിടെയില്ല, എല്ലായിടത്തും എല്ലാവരും ഓരോ വഴി പോയേക്കാണ്. നമുക്ക് മനസ്സിലാക്കാം ഇവിടെ രാവിലെ എന്താണെന്നുള്ളത്. എല്ലാവരും കൃഷിയിടത്തിലായിരിക്കും, അല്ലാതെ കുക്കിങ്ങും പരിപാടികളൊന്നുമില്ല. നല്ല ചുമയുണ്ടല്ലേ. എല്ലാവരും അപ്പോൾ കൃഷിയിടത്തിലായിരിക്കും. കുക്കിങ്ങും പരിപാടികളും ഒന്നും ഇല്ല ഇവിടെ. കുറച്ച് കഴിയുമ്പോൾ അവർ തുടങ്ങും കൃഷിയിടത്തിൽ നിന്ന് വന്നിട്ട്. രാവിലെ ശരിക്കും പറഞ്ഞാൽ അവർ കൃഷിയിലേക്കാണ് പോകണം അല്ലേ. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ഇവരൊന്നും പണിക്ക് പോകണില്ല, ഒരു പണി ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ അതിരാവിലെ അവർ പണി തുടങ്ങും. പിന്നെ ഉച്ച സമയമൊക്കെ തിരിച്ചു വരുന്നതാണ്. എനിക്ക് തോന്നുന്നു 4:30-5 മണിയാകുമ്പോഴത്തേക്ക് ഇവർ പണിക്ക് ഇറങ്ങുന്നു തോന്നുന്നുണ്ട്. എന്നിട്ട് ഒരു വെയിലാകുമ്പോൾ തിരിച്ചു കയറും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. കണ്ടോ ഇവിടെ മെയ്സ് വലുതായത് കണ്ടോ. നമ്മൾ നേരത്തെ ചെറിയ മെയ്സ് കണ്ടതൊക്കെ വലുതായി തുടങ്ങി. കണ്ടോ മെയ്സ് വലുതായി എത്ര പെട്ടെന്നാണ് എനിക്ക്. ഒരാഴ്ച ഞാൻ പറഞ്ഞില്ലേ, 1-2 ആഴ്ച കൊണ്ട് മെയ്സിന്റെ ഗ്രോത്ത് നമുക്ക് അറിയാൻ പറ്റും അറിയില്ലേ. അപ്പോൾ ഇവിടെ അടുത്തുള്ള നമ്മുടെ ചേച്ചിമാരുടെ വീടാണ്. ഇതാണ് ഇവർ അടുക്കള ഈ വട്ടത്തിൽ കാണുന്നത്. നമുക്ക് ഇവർ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കാം. മുടിപ്പാഞ്ചി ടിരിവിനെ കഴിഞ്ഞു. ഒരു അടുപ്പിലൊന്നും തീ കത്തിച്ചിട്ടില്ല, വിറക് കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവരെ അടുപ്പ്. വിറക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നമ്മുടെ കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ആണോ? ഒരു 8 മീറ്റർ 9 മീറ്റർ താഴ്ചയുള്ള കിണറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 മീറ്റർ 2.5 മീറ്റർ മാത്രമേ വെള്ളം ഇല്ലാതെയുള്ളൂ, ബാക്കി ഫുൾ വെള്ളമുണ്ട്. അപ്പം നമ്മൾ ഈ വീടിൻ്റെ അടുക്കള ഭാഗത്ത് കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ നോക്കാം. ആരുമില്ല, എല്ലാവരും കൃഷിയിടത്തേക്ക് പോയതാണ്. അപ്പം അടുപ്പിലൊന്നും പുകയൊന്നും കാണുന്നില്ല. അങ്ങോട്ട് പോയി നോക്കാം. അവിടെയാണ് കേട്ടോ, അതാണ് കേട്ടോ അവരുടെ അടുപ്പ്. ഇത് ഈ കഴുത വണ്ടിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ സാധനമാണ്. കുതിരയില്ല ഇവിടെ കഴുതകളുണ്ട്. കഴുത വണ്ടിയും കൊണ്ട് ഇവർ സാധനം എടുക്കാനൊക്കെ പോകണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബാക്ക് സൈഡാണിത്. അപ്പം ഇപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട്, അമ്മമാരൊക്കെയാണ് കൃഷിയിടത്തേക്ക് പോയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവരുടെ കിച്ചൺ നോക്കാം. കിച്ചണിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വെറുതെ വിറക് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ഇനി അവരൊക്കെ കൃഷിയിടത്ത് നിന്ന് പോയി വന്നിട്ടായിരിക്കും ചിലപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം എന്താണ് ഇവർ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാനുള്ളൊരു വകുപ്പില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇവരുടെ കിച്ചൺ, വട്ടത്തിൽ തേച്ച് മിനുക്കി നല്ലൊരു കിച്ചണാണ്. ഇവിടെയൊക്കെ പിള്ളേർ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ കയ്യിൽ എന്താ കപ്പയാണെന്ന് തോന്നുന്നു. കപ്പയാണോ അതാണ്ട് ഇവൻ കഴിക്കുന്നത്. കസാവ കസാവ സിനോങ്കോ സിനാങ്കോ. അപ്പോൾ കപ്പയ്ക്ക് പറയുന്നത് ഒരു സിനാങ്കോ ആണ്. ഇതെന്ന് എന്താണെന്ന് അറിയില്ല, ഞാൻ ചോദിച്ചു നോക്കണം ആരോടും, വലിയ ആൾക്കാരോട് ചോദിച്ചു നോക്കാം അതെന്താ അങ്ങനെ പറയുന്നത്. കപ്പയുണ്ട്, സാധനം കപ്പയാണ്. ഇപ്പം രാവിലെ ഇവരെ കയ്യിൽ പുഴുങ്ങിയൊരു കപ്പയുടെ കഷ്ണം ഉണ്ട്, അതാണ് കഴിക്കുന്നത്. അതാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കപ്പേന്റെ കഷ്ണം. വാട്ട് കസാവ? Is it cassava? Yes.
കപ്പയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ കുക്കിംഗ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ പിള്ളേരെ കയ്യിൽ ഓരോ കഷ്ണം കപ്പയുണ്ട്. ഇന്നലെ പുഴുങ്ങിയ കപ്പയാവും. നമുക്കൊരു കാര്യം ചെയ്താൽ പിള്ളേരൊക്കെ ഇന്നലത്തെ കപ്പയൊക്കെ തിന്നുന്നേ, നമുക്കൊരു കാര്യം ചെയ്താലോ, കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്താലോ അവർക്ക്. അതെ, നമുക്ക് അങ്ങനെ ചെയ്യാല്ലേ. എന്തായാലും നേരം വെളുക്കുന്നല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് നേരെ പോയി സാധനം മേടിച്ചിട്ട് വരാം. ഇവിടെ എന്തൊക്കെ പണികളിലാണ് ചേച്ചിമാര്. പിള്ളേരൊക്കെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അവരൊന്നും പാടത്തേക്ക് പോയിട്ടില്ല. അപ്പൊ ഈ ഗ്രാമത്തിലത്തെ കുട്ടികളാണിത്. അപ്പൊ പിള്ളേരെല്ലാരും ഉണ്ട് ഇവിടെ, എല്ലാരും കിണറിന്റെ അവിടെ നിക്കുവാണ്. നമ്മുടെ പിള്ളേരുണ്ടല്ലോ ഓരോ കപ്പ കഷ്ണം പിടിച്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അവർ ഇന്നലെ ഉണ്ടാക്കിയ കപ്പ കഷ്ണമാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പം കുറേ ചേച്ചിമാരൊക്കെ കൃഷിത്തോട്ടത്തിൽ നിന്ന് വന്നവരുണ്ട് കേട്ടോ. അപ്പം അവർ ഇവിടെയൊക്കെ അടിച്ച് വാരിയൊക്കെ ശരിയാക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് കുക്ക് ചെയ്യാൻ പോണത്. അപ്പം നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ.